ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ മീനൻ രാശിക്കാരുടെ കർക്കിടക മാസത്തെ ഫലങ്ങൾ, അതായത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് കർക്കിടക മാസത്തെ ഫലമാണ് മീനൻ രാശി എന്ന് വെച്ചാൽ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനൻ രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ നല്ല ഒരു കാലഘട്ടമാണ്. എങ്കിൽ കൂടിയും ഇവർക്ക് അല്പസ്വല്പം പ്രശ്നങ്ങളുണ്ട്. അതായത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതായത് ഇവർ ആഗ്രഹിക്കുന്ന, അതായത് വിദേശയാത്ര അതുപോലെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഇവർക്കുണ്ട്. അപ്പോൾ ആ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ കറക്റ്റ് സമയത്ത് ചിലപ്പോൾ നടന്നുവെന്ന് വരത്തില്ല. അപ്പോൾ അതിനൊക്കെ കാരണമെന്ന് വെച്ചാൽ വ്യാഴം ഇപ്പോൾ ഇവർക്ക് 3-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇവർക്ക് 7ര ശനിയും രണ്ടാം ഭാഗത്ത് നിൽക്കുകയാണ്. അതായത് 7ര ശനി 2ാം ഘട്ടത്തിൽ ആയി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവർക്ക് ഓരോ കാര്യങ്ങളിലും, അതായത് വിദേശ ജോലിക്കായാലും വിദേശത്ത് നല്ല ഏത് ജോലിക്കായാലും നമുക്ക് ഇറങ്ങുമ്പോൾ അല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതൊക്കെ നമുക്ക് ഇതൊക്കെ കൊണ്ടാണ്. അതിനാൽ അതായത് ശനിയുടെ ഈ മാറ്റവും അതുപോലെ തന്നെ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് അത്ര നല്ല സമയത്തല്ല. അപ്പോൾ ഇതൊക്കെ കാരണമാണ്. അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യാൻ നോക്കണം. അതുപോലെ ശനിപ്രീതികരമായ കർമ്മങ്ങളും അതോടൊപ്പം ചെയ്യാൻ നോക്കണം. അതായത് ഇനി ഇവർക്ക് ഒരു 5 വർഷത്തേക്ക് തന്നെ ഈ 7ര ശനിയുടെ ദോഷം ഇവർ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരു മുൻകരുതൽ എന്നോണം എല്ലാ ആഴ്ചകളിലും അടുത്ത് അയ്യപ്പ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക. നീരാഞ്ജനം വഴിപാടായി ഇവരുടെ നാളിൽ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അന്ന് നമ്മുടെ നാളിൽ നടത്തിയില്ലെങ്കിൽ പോലും ശനിയാഴ്ച ദിവസം പോയി അമ്പലത്തിൽ പോയി ദർശനം നടത്തിയതിന് ശേഷം നടത്തുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ശബരിമലയൊക്കെ പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോകുന്നത് വളരെ നന്നായിരിക്കും. കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതായത് കാക്കയ്ക്ക് നമ്മളിപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യത്തെ വറ്റ് കാക്കയ്ക്ക് കൊണ്ടുവച്ച് കൊടുക്കുന്നത് അത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ശനിദോഷത്തിൽ നിന്ന് നമുക്ക് കുറേ മുക്തി നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ദോഷം ബലം ആയതുകൊണ്ട് തന്നെ ഇവരാവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോറലായിട്ടുള്ള, നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സ് വിലക്കുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. അതുപോലെ കുടുംബ ജീവിതത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പോകണം. ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടാകാനും അതുപോലെ പുരുഷന്മാർക്ക് പരസ്ത്രീകളുമായിട്ട് ബന്ധം വരാനും അതുപോലെ നമുക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ എല്ലാ ഇടപാടുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തലാക്കിക്കൊള്ളുക. കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ശനി ഭഗവാൻ എന്ന് പറയുന്നത് നീതിയുടെ ഭഗവാനാണ്. അതായത് ഭഗവാന് നമ്മൾ പല നീരാഞ്ജനവും കാര്യങ്ങളും ഒക്കെ ചെയ്താലും അതിലൊന്നും ഭഗവാൻ പ്രീതനാവത്തില്ല. പ്രീതനാവണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നമ്മൾ മാറ്റിയേ മാത്രമേ പറ്റുള്ളൂ. പരദൂഷണം പറയാനോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാര വെക്കാനോ ഒന്നുമേ പോകാൻ പാടില്ല. കാര്യം പോയാൽ അതിനുള്ള പണി നമുക്ക് തന്നെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശനി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തികളിലൊക്കെ മാറ്റം വരുത്തുക. അതുപോലെ ഇങ്ങനെയൊക്കെ വല്ല ഇടപാടുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അതായത് എന്തെങ്കിലുമൊക്കെ റിലേഷൻസൊക്കെ വിളിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുവരും. അതിനുള്ള ശിക്ഷയും കിട്ടും. അപ്പോൾ അതിനൊന്നും പോകാതിരിക്കുക. അതുപോലെ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്യുക. അതിനുള്ള വേതനം മാത്രം മേടിക്കുക. അവിടെ നിന്ന് മോഷണം മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഭഗവാൻ തിരിച്ചടിയൊക്കെ മേടിച്ച് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശനി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ സ്വഭാവ രീതിയിലും മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ തന്നെ ഒരു കർക്കിടകം 25 കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ 20-25 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് കർക്കിടകം അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് കുറേ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ കൃഷിയിലും അതുപോലെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ഗ്രഹങ്ങളൊക്കെ മേടിക്കാൻ സാധ്യത കാണുന്നുണ്ട്.
അതുപോലെ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൂജാരീതികൾ, അതായത് വ്യാഴാഴ്ച നോക്കുമെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, അതുപോലെ വ്യാഴപ്രീതിയും ശനിപ്രീതികരവുമായ കർമ്മങ്ങൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ മാറ്റങ്ങൾ വരികയും നമുക്ക് ജീവിതം രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.